ഹലോ സുഹൃത്തുക്കളെ, ഇതാണ് എൻ്റെ കൂട്ടുകാരൻ വിൽസൺ ചേട്ടൻ എലിഞ്ഞിക്കയുടെ കൃഷിത്തോട്ടം. ഹലോ വിൽസൺ ചേട്ടാ, ഇതെന്തിട്ട് മരമാണ്? ഇതെന്ത് കായാണ് സാധനം? ഇതിനെ പറയുന്നത് അബിയു എന്നാണ് പറയുന്നത്. അബിയു. ഇത് എത്ര വർഷമാണ് ഇത് കായ്ക്കണമെങ്കിൽ? ഇത് എല്ലാവരും പറയുന്നുണ്ട് 2 വർഷം കഴിയാണ്ട് ഇത് കായ്ക്കില്ല എന്നാ പറയണേ. ഞാനിത് കൊണ്ടുവന്നിട്ട് ഇപ്പൊ 1.5 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിപ്പോ ശരിക്കും നല്ല രീതിയിൽ കായ്ച്ചു. ഞാനത് പ്രതീക്ഷിച്ചില്ല അങ്ങനെ കായ്ക്കുന്നുള്ളത്. ഞാനതിന് വേറെ വളമൊന്നും അധികം വേറെ ഇംഗ്ലീഷ് വളമൊന്നും കൊടുക്കാത്ത ഒരു മരമാണിത്. ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചച്ചാണകമാണ് ഏറ്റവും കൂടുതലായിട്ട് കൊടുത്താണ്. പിന്നെ എല്ലുപൊടി, കോഴിക്കാട്ടം, ഇത്ര വളമാണ് ഇതിന് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇത് കൊമ്പൊടിയണ മാതിരി ഉണ്ടായിരുന്നു. പക്ഷെ കുറെ ഇത് കൊഴിഞ്ഞു പോയി. പഴുത്ത് കിട്ടിയ നമുക്കില്ല, ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇനി ഇത് പോവില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇതെന്താ അതിന്റെ ഗുണം? നമുക്ക് വിറ്റാമിൻസിന്റെ ഇത് നല്ല വിറ്റാമിൻസ് ഉള്ള സാധനമാണ്. കാരണം അബിയു എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പഴമാണ്. അത് എല്ലാ പഴങ്ങളുടെയും ടേസ്റ്റ് ആയിട്ടുണ്ട്. ശരി ഓക്കെ. അപ്പം ഞാൻ ഒരു അറിവിന് വേണ്ടി വന്ന, അപ്പൊ ഇത് ഇവിടെ ഈ അടുത്ത മേലൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ ചേട്ടനെ പറഞ്ഞപ്പോ ഒന്ന് കാണാം എന്ന് ഓർത്തിട്ടാണ് വന്നത്. പിന്നെ എല്ലാ വേറെ കൃഷികളും ഉണ്ടല്ലോ അല്ലേ? ഡ്രാഗൺ ഫ്രൂട്ട്, വാഴ, റംബുട്ടാനുണ്ട്, പിന്നെ പച്ചക്കറി ഐറ്റംസ് എല്ലാ സാധനമുണ്ട്. അപ്പോൾ ഇതാണ് എലിഞ്ഞിക്ക വിൽസൺ ചേട്ടൻ്റെ തോട്ടം കേട്ടോ. കൃഷിയായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവളോട് ചോദിക്കാം. ആൾ നല്ല ഒന്നാം തരം കൃഷിക്കാരനാണ്. ഈ പറമ്പ് കണ്ടാൽ തന്നെ അറിയാം, നല്ല അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഇത്രയൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ അതിനുള്ള നല്ല കഴിവ് വേണം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോൾ ഇടാം കേട്ടോ. ശരി.